കരുനാഗപ്പള്ളി കോഴിക്കോട് 226 നമ്പർ SNDP ശാഖായോഗത്തിൽ ശ്രീനാരായണ ഗുരുദേവ ശിലാവിഗ്രഹ പ്രതിഷ്ഠ നടത്തി. സ്വാമി സച്ചിദാനന്ദയുടെ കാർമ്മികത്വത്തിലാണ് ശിലാവിഗ്രഹ പ്രതിഷ്ഠ നടത്തിയത്. കരുനാഗപ്പള്ളി കോഴിക്കോട് 226 നമ്പർ SNDP ശാഖയുടെ നേതൃത്വത്തിലാണ് ശ്രീനാരായണ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയത്. സ്വാമി സച്ചിദാനന്ദയുടെയും ക്ഷേത്രതന്ത്രി പുലിയൂർ ജഗദേവൻ ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ശ്രീനാരായണ ഗുരുദേവ ശിലാവിഗ്രഹ പ്രതിഷ്ഠ നടത്തിയത്. പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി സ്വാമിയെ പീഡിക ജംഗ്ഷനിൽ വെച്ച് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. താലപ്പൊലിയുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയായിരുന്നു സ്വീകരണം. അധിവാസത്തിങ്കൽ ഉഷപൂജ എന്നിവയും രാവിലെ നടന്നു. വിവിധ കലശാഭിഷേകങ്ങളും പ്രതിഷ്ഠയ്ക്ക് ശേഷം നടത്തി. തുടർന്ന് ആത്മീയ പ്രഭാഷണവും നടന്നു. ഇന്നത്തെ ചതയപൂജയിൽ കഴിഞ്ഞ എല്ലാവർക്കും വൈകുന്നേരം ആഹാരം കൊടുക്കണം. സദ്യയൊന്നും വേണ്ട, കഞ്ഞിയും പയറോ പുഴുക്കോ എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ എല്ലാ ചതയത്തിനും വൈകുന്നേരം പൂജയും അന്നദാനവും ഇവിടെ ഉണ്ടാകണം. അത് നടപ്പിലാക്കണം. മാസം തോറും ചതയത്തിന് വ്രതമെടുക്കണം. ഒരു 2-3 ദിവസം വീട്ടിൽ നിന്ന് മത്സ്യവും മാംസവും മദ്യവും ഒക്കെ ഉപേക്ഷിക്കണം. വ്രതശുദ്ധിയോടുകൂടി വേണം ഗുരുദേവനെ പൂജിച്ച് ആരാധിക്കുക. മീനും ഇറച്ചിയൊക്കെ തിന്നിട്ട് നാരായണമൂർത്തി ചൊല്ലിയിട്ട് കാര്യമില്ല. വ്രതശുദ്ധിയോടുകൂടി ഭഗവാനെ ഭജിച്ച് പ്രാർത്ഥിച്ച് ആരാധന നടത്തുവാൻ എല്ലാ ഗുരുദേവ ഭക്തന്മാർക്കും സാധിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.